അലർജിക്ക് സമാനമായ ലക്ഷണങ്ങളുള്ള എന്നാൽ അലർജി അല്ലാത്ത മറ്റൊരു കണ്ടീഷനാണ് അഡിനോയിഡ് ഹൈപ്പർട്രോഫി എന്ന് പറയുന്നത്. ഈ അഡിനോയിഡ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികളിൽ മൂക്കിന് പിൻവശത്തായിട്ട് തൊണ്ടയുടെ മുകൾ ഭാഗത്തായിട്ട് കാണുന്ന ഒരു ലിംഫോയിഡ് ഓർഗനാണ്. അതായത് ഒരു ഗ്രന്ഥി പോലുള്ളൊരു സ്ട്രക്ചറാണ്. ഇത് കുട്ടികൾക്ക് ബാക്ടീരിയ, വൈറസ് പോലെയുള്ള രോഗകാരികളായിട്ടുള്ള ഓർഗാനിസംസ് നിന്ന് അല്ലെങ്കിൽ അതിൽ ഉണ്ടാക്കുന്ന ഇൻഫെക്ഷൻസിൽ നിന്ന് ഒരു സംരക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. പക്ഷെ പലപ്പോഴും ഇത്തരത്തിലുള്ള രോഗാണുക്കളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ട് ഇതിന് വീക്കം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അഡിനൈറ്റിസ്, അഡിനോയിഡ് ഹൈപ്പർട്രോഫി പോലുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ ഇത് മൂക്കിൻ്റെ പിൻവശം ഇങ്ങനെ വീർത്ത് അടച്ചിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മൂക്കടപ്പ് അല്ലെങ്കിൽ കഫക്കെട്ടുണ്ടാവുക, ത്രോട്ട് ഇറിറ്റേഷൻ, എപ്പോഴും തൊണ്ടവേദനയുടെ ബുദ്ധിമുട്ടുണ്ടാവുക, കൂർക്കം വലിക്കുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ ജലദോഷം പോലെയുള്ള സിംറ്റംസ്, തുമ്മൽ, സ്മെല്ലില്ലാത്ത അവസ്ഥ, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ അതൊരു അലർജി ആണോ എന്ന് സസ്പെക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇത് നമുക്ക് ഒരു ഡോക്ടറുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരു നേസൽ എൻഡോസ്കോപ്പി വഴിയോ അല്ലെങ്കിൽ ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഡിനോയിഡ് വളരെ ക്ലിയർ ആയിട്ട് വീർത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പം ഇത്തരത്തിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ കാര്യം അറിയാതെ അലർജിക്ക് വേണ്ടിയിട്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ട് കാര്യമില്ല. അഡിനോയിഡ് ഉണ്ടോ എന്നുള്ളത് നോക്കി ഉറപ്പ് വരുത്തിയിട്ട് അഡിനോയിഡിനെയാണ് ഈ കേസിൽ ചികിത്സിക്കേണ്ടത്, അല്ലാതെ ലക്ഷണങ്ങളെയല്ല നമ്മളിവിടെ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കാര്യം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താലാണ് പൂർണ്ണമായി റിസൾട്ട് കിട്ടുന്നത്.